പെരുമ്പാവൂരിലെ ജിഷ വധക്കേസ് അമരുൽ ഇസ്ലാമിൻ്റെ ഹർജി തള്ളി വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. സംസ്ഥാനത്തെ ഞെട്ടിച്ച പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിൽ പ്രതി അമറുൽ ഇസ്ലാമിനെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. അമറുൽ ഇസ്ലാം നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. വധശിക്ഷയ്ക്കെതിരെ പ്രതി അമറുൽ ഇസ്ലാം നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി വിധി. കുറ്റവിമുക്തനാക്കി വെറുതെ വിടണമെന്ന ആയിരുന്നു പ്രതിയുടെ ഹർജിയിലെ ആവശ്യം. വധശിക്ഷ നടപ്പിലാക്കാൻ അനുമതി തേടി സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയും കോടതി പരിഗണിച്ചു. 2016 ഏപ്രിൽ 28-നാണ് പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടത്. DNA സാമ്പിളുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ്. കോടതി വിധി കേൾക്കാൻ പെൺകുട്ടിയുടെ അമ്മയും സഹോദരിയും കോടതിയിലെത്തിയിരുന്നു. കൊലപാതകം, ലൈംഗിക പീഡനം, അതിക്രമിച്ചു കടക്കൽ, മാരകമായ മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇസ്ലാമിനെതിരെ തെളിഞ്ഞത്. കോവാക്സിൻ പാർശ്വഫലങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നെന്ന് പഠനം തള്ളി ICMR. കോവിഡ് പ്രതിരോധ വാക്സിനായ കോവാക്സിൻ്റെ പാർശ്വഫലങ്ങൾ സംബന്ധിച്ച് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ പഠന റിപ്പോർട്ട് തള്ളി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR. BHU സർവകലാശാലയുടെ കണ്ടെത്തലുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ICMR വ്യക്തമാക്കി. കൃത്യമായ വിവരങ്ങളോട് രൂപകൽപ്പന ചെയ്യാത്ത പഠനമാണിതെന്നും ICMR പറഞ്ഞു. ICMRമായി ബന്ധപ്പെടുത്തിയുള്ള പഠനത്തിലെ പരാമർശം അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ഗവേഷകർക്കും പഠനം പ്രസിദ്ധീകരിച്ച ജേണലിൻ്റെ എഡിറ്റർക്കും ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ അജീവ് ബാൽ കത്തെഴുതി. കോവാക്സിൻ്റെ പാർശ്വഫലങ്ങൾ സംബന്ധിച്ച് BHUവിൻ്റെ പഠനത്തിൽ ICMR തെറ്റായി ഉദ്ധരിക്കുകയായിരുന്നു. കോവാക്സിൻ്റെ സുരക്ഷാ വിശകലനങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മോശമായ ഡിസൈൻ ചെയ്ത ഈ പഠനവുമായി ICMR ബന്ധപ്പെടുത്തരുതെന്നും ബാൽ പറഞ്ഞു. മുഹമ്മദ് മുഖ്ബർ ഇറാൻ്റെ ഇടക്കാല പ്രസിഡന്റ്. ഇറാൻ്റെ ഇടക്കാല പ്രസിഡന്റായി നിലവിലെ 1ാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബറിനെ നിയമിച്ചു. പ്രസിഡന്റ് ഇബ്രാഹിം റൈവസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിനാലാണ് പരമോന്നത നേതാവ് അലി ഖാംനഈ ഇടക്കാല പ്രസിഡന്റായി 68-കാരനായ മുഖ്ബറിനെ നിയമിച്ചത്. കടമെടുപ്പിൽ കേന്ദ്രം മൗനത്തിൽ, മറുപടി പോലും നൽകാതെ കേന്ദ്ര സർക്കാർ. കടമെടുപ്പിനുള്ള കേരളത്തിൻ്റെ ആവശ്യത്തിൽ മറുപടി പോലും നൽകാതെ കേന്ദ്രം ജൂൺ 1-ന് നൽകേണ്ട സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കം ഉള്ളവ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ആശങ്കയിലാണ്. ഈ മാസം 31-ന് വിരമിക്കുന്ന ഏതാണ്ട് 15,000-ഓളം ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങളുടെ കോടികൾ കൂടി എത്തുന്നതോടെ സാമ്പത്തിക പ്രതിസന്ധി അതീവ ഗുരുതരമാണെന്നാണ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ദീർഘവീക്ഷണമില്ലാത്ത സർക്കാരാണെന്ന് വ്യാപകമായ പരാതികൾ ഉയരുന്നു. കേന്ദ്രവും അതുതന്നെയാണ് സംസ്ഥാനത്തിൻ്റെ പേരിൽ പരാതി പറയുന്നത്.